അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവർക്കും റാഹത്ത് സന്തോഷമല്ലേ? പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസത്തിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. അതുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിന്റെ നടുവിലുള്ള ഈ പത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുമാത്രമല്ല, നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഞാൻ വസിയത്ത് പറയുകയാണ്. പിന്നെ ഞാനിപ്പോ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ, പല ആൾക്കാരും നമ്മുടെ ഈ തന്തൂരി സമൂസ ഉണ്ടല്ലോ, അത് പിന്നെ എങ്ങനെയാണ് ചെയ്യലത്, എങ്ങനെയാണ് അതിന്റെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്തൂരി സമൂസ എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റുള്ള സമൂസയിൽ നിന്നൊക്കെ വിപരീതമായിട്ടുള്ള ഒരു സമൂസയാണ്. അതായത് മാസങ്ങളോളം നമുക്ക് വെച്ചാൽ അത് കേട് കൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പിന്നെ സവിശേഷത പിന്നെ സമൂസക്ക് ഉണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ചിക്കന് വലിയ റേറ്റ് ആണ് കേട്ടോ. ഇത് ഒന്നും കൂടി ഞാൻ പറയാണ്, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ സമൂസ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമൂസകളുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന തന്തൂരി സമൂസ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 4ഓളം ഐറ്റം അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്താണെന്ന് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവ ഏതായാലും ചിക്കനൊക്കെ വളരെ അധികം വില കൂടിയ ഒരു പിന്നെ സമയമാണിപ്പോ. ഇപ്പോ ചിക്കനും പൊന്നിനും ഒരുപോലെ എന്ന് പറയുന്നുണ്ട് ആൾക്കാരൊക്കെ. കാരണം 165 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ചിക്കൻ. അപ്പൊ നമ്മുടെ തന്തൂരി സമൂസയിൽ പിന്നെ ചിക്കൻ കൂടുതലുണ്ട് കേട്ടോ. ഏതായാലും പിന്നെ നമ്മുടെ കച്ചവടം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ അതിലെ കൂടി നമ്മൾ ഓടിച്ച് കളയുന്നതല്ല. നല്ല ചിക്കൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, വലിയ സ്മൂത്ത് ഉണ്ടാവുകയില്ല. ഏകദേശം പിന്നെ നമുക്ക് അടിക്കുമ്പോൾ തന്നെ, കാരണം വറുത്ത് ഉണ്ടാക്കുന്നതാണല്ലോ, നല്ലോണം നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് നമ്മൾ തന്തൂരി സമൂസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു പിന്നെ സ്മൂത്ത് മാറി ചെറിയൊരു നമ്മൾ സാധാരണ പിന്നെ ഒരു ശബ്ദം കേൾക്കും പോലെ ഉള്ള ആ ഒരു മട്ടിലാണ് പിന്നെ സമൂസ ഉണ്ടായിരിക്കുക. ഏതായാലും അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടുപോയാണ്. ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് തന്തൂരി സമൂസ ഉണ്ടാക്കുന്നത്? അപ്പൊ ആദ്യം നമ്മൾ നന്നായിട്ട് പിന്നെ തിളപ്പിച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ മസാലകളൊക്കെ ഇട്ട് ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് വറക്കലാണ് പരിപാടി. ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ജാറിലിട്ടിട്ട് വലിയ പൊടിയല്ലാത്ത നിലക്ക് ഈ രൂപത്തിലാക്കിയിട്ട് എടുക്കുക. എന്നാണ് ഇത് നമ്മൾ വറുക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടോളൂ. നന്നായി ഫ്ലെയിം ചെറുതാക്കിയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായിട്ട് ഇത് വറുത്ത് നന്നായിട്ട് മൂത്തതിന്റെ ശേഷം നല്ലൊരു ചുവപ്പ് കളർ വരും. നല്ല ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ, ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ, ഇപ്പൊ ഞാൻ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞു ഒരു പ്രാവശ്യത്തെ ഈ ഒരു പിന്നെ വറുത്തിട്ടെടുക്കാൻ വേണ്ടി. മനസ്സിലായില്ല? ഈ ഒരു പരുവത്തിലാക്കി വേണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയം വരെ നമ്മൾ ഇത് വറുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കൊട്ടത്തേങ്ങ. ഇതും അങ്ങനെ നന്നായി വറുത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ വറുക്കുക. അപ്പൊ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ സമോസക്ക്. നല്ല മണം കിട്ടാനും കഴിക്കുമ്പോൾ നല്ല സ്വാദ് കിട്ടാനും ഇതിന്റെ ഒരു ഗുഡൻസാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ നമ്മുടെ മസാല റെഡിയായിട്ടോ. ഇതാണ് നമ്മുടെ തന്തൂരി സമോസയുടെ മസാല. കണ്ടോ, ഇത് കുറച്ചാക്കിയിട്ടേ ഉള്ളൂ, കാരണം ചിക്കന് വില കൂടിയതുകൊണ്ട് കുറച്ച് മാത്രമേ ആക്കിയിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ തന്തൂരി സമോസയാണ് കേട്ടോ ഇത്. നല്ല സ്മെല്ലാണ്. അൽഹംദുലില്ലാഹ്, ഇതാണ് നമ്മുടെ തന്തൂരി സമോസ. ഇത് പിന്നെ കേടുവരില്ല കേട്ടോ. 1 മാസം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കണ്ടോളൂ.